ഒരുത്തി കാരണം ഇന്ന് കുറേ പേരുടെ തൊഴാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു. അമ്പലത്തിലേക്ക് കയറാനുള്ള സമയം തന്നെ കുറേ വൈകുന്നേരങ്ങളിലാണ് അമ്പലത്തിൽ കയറിയത്. എടോ, നിനക്കൊന്നും തോന്നിയവാസം കാണിക്കാനുള്ള സ്ഥലങ്ങളല്ല ഈ ആരാധനാലയങ്ങൾ. പള്ളി അമ്പലമൊന്നും ഇല്ലാത്ത നീയൊക്കെ എന്തിനായി വന്ന് കയറി കാണുന്നിടത്തൊക്കെ കയറി റീലും എടുത്ത് അവരവരുടെ മതങ്ങളെ വ്രണപ്പെടുത്തി എന്തിനേയും നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരെ അടങ്ങിയേറിയുന്നത് എന്തിനാ? ഇപ്പോൾ ഈ ഒരു വാർത്ത കേരളം ഒട്ടാകെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ദയവ് ചെയ്ത് മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും അമ്പലമാണെങ്കിലും ഇനി ഏതാണെങ്കിലും കഴിവെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡ് വെക്കണം. അല്ലെങ്കിൽ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് ഇടാം, അശുദ്ധമാക്കരുത്, ഞങ്ങളുടെ ദേവാലയങ്ങളിൽ മറ്റുള്ള മതസ്ഥർക്ക് വന്ന് ഇതേപോലെ റീൽസ് എടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂത്താട്ടം കാണിക്കാനുള്ള സ്ഥലമല്ല. പുണ്യമാക്കപ്പെട്ട ഞങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ദേവാലയങ്ങളാണ്. അവിടെ പ്രാർത്ഥനയ്ക്ക് മാത്രം വരിക, അല്ലെങ്കിൽ സന്ദർശിക്കാൻ മാത്രം വരിക, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും കടന്നു വരരുത് എന്ന് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് എല്ലാ ചാനലുകളിലൂടെയും കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും അറിയിക്കാം. അല്ലാതെ ഇപ്പം ഗുരുവായൂർ അമ്പലം എന്ന് പറയുമ്പോൾ CCTV ഉണ്ടാവും, CCTV ഉണ്ട്. അപ്പോൾ അവിടെ ഈ ഇങ്ങനൊരു റീല് ചിത്രീകരിക്കുമ്പോഴും അതിൻ്റെ ഭാരവാഹികളൊന്നും കണ്ടില്ല എന്ന് പറയുമ്പം അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഈ സാധാരണ ജനങ്ങൾ പോകുന്ന പോലെ അല്ലല്ലോ പോയത്. ഒട്ടുമൊക്കെ ഇട്ട് ഒരു സാരിയൊക്കെ കൊടുത്ത് ചെല്ലുമ്പം പെട്ടെന്ന് സ്വാഭാവികമായിട്ടും ആരും മനസ്സിലാക്കത്തില്ല അവളിനി ജാഫറാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ. അപ്പോൾ ദയവ് ചെയ്ത് മറ്റുള്ളവരെ ചെന്ന് ഇടങ്ങേറി ചെയ്യരുത്. നിങ്ങൾ വല്ല പാടത്തോ പറമ്പിലോ വല്ല അടയ്ക്കാമരത്തിൻ്റെ ചവിട്ടിലൊക്കെ പോയിട്ട് നിങ്ങൾ വല്ല റീല് വല്ല വഴി എന്തിനാ ഈ വലിഞ്ഞു കയറി ചെല്ലെടുത്തോട്ടൊക്കെ ചെല്ലുന്നത്? ഇനിയെങ്കിലും മനസ്സിലാക്ക്. അല്ലെങ്കിൽ അങ്ങനെ കയറാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. ചെന്ന് കയറി അവിടെ നിന്ന് റീലെടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ നീയൊക്കെ വല്ല സിനിമ എടുക്കുകയോ ചെയ്തു. എന്തിനാ ഈ അനുവാദമില്ലാത്തിടത്തോട്ട് ചെന്ന് കയറുന്നത്? അല്ലെങ്കിൽ പിന്നെ അതേപോലുള്ള സ്ഥലങ്ങളായിരിക്കണം. അവരവരുടെ ആരാധനാലയങ്ങളിൽ അവരുടെ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളും പണ്ട് മുതലേ ചെയ്തു വരുന്ന ആചാരങ്ങളുമാണ്. അതൊക്കെ വ്രണപ്പെടുത്താൻ വേണ്ടി ഒരു ക്യാമറയും തൂക്കിപ്പിടിച്ച് ഒരു പൊട്ടും കുത്തി ഒരു സാരി എടുത്തു കൊടുത്തോണ്ടെങ്കിൽ ഇറങ്ങി നിൽക്കണം. വല്ല ആവശ്യമുണ്ട് ഇതിൻ്റെയൊക്കെ? ഇവിടെ ഒരു പൊട്ടിട്ടാൽ അല്ലെങ്കിൽ ഒരു സാരി എടുത്തൊരു അമ്പലത്തിൽ പോലെ ഒരു ഹിന്ദു ആവില്ല, ഒരു പേരിട്ടെന്നും പറഞ്ഞ ഒരു മുസ്ലിമും ആവത്തില്ല, കുരിശുമാല ഇട്ടുകൊണ്ട് നടന്ന ക്രിസ്ത്യാനി ആവത്തില്ല. ഇതിൻ്റെയൊക്കെ മനസ്സിനകത്ത് ആ മതത്തെ അറിയണം. ആ മതത്തെ അറിഞ്ഞ് അതിൻ്റെ രീതിയിൽ മുമ്പോട്ട് പോയാൽ മാത്രമേ ആ ഒരു മതത്തിനകത്ത് പറ്റത്തുള്ളൂ. ഇതിനു മുമ്പൊരു കുറേ കൃഷ്ണനെ കൊണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറി അവിടെ ഇരുന്ന് കുറേ ചരിത്രമൊക്കെ പറഞ്ഞ് അതിനിപ്പോൾ കാണാനില്ല എവിടെയാണെന്നുണ്ട്. എന്തിനാ? വീട്ടുകാർ പെറ്റി കഴിയുമ്പോൾ നിനക്കൊക്കെ പേരിടും, മുസ്ലിമിൻ്റെ പേരിടും, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ പേരിടും, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ പേരിടും. അതിൻ്റേതായിട്ടുള്ള മതത്തിൻ്റെ രീതിയിൽ നടക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊക്കെ ആ പേരങ്ങ് ഒഴിവാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മതത്തിലാണെന്നോ പോയി കയറിക്കോ. എന്നിട്ട് നിങ്ങൾ അവരുടെ ആരാധനകൾ അവരുടെ ആചാരങ്ങൾ പിന്തുടർന്ന് പോയിക്കൂടെ? ഈ നല്ലവരായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ വന്നിട്ട് വല്ലവരുടെയും അവിടെ പോയി കയറി കാണുന്ന രീതിയിലൊക്കെ കാണിച്ച് എന്തിൻ്റെ ആവശ്യം ഇതൊക്കെ? ഇന്ന് തന്നെ ആ ഗുരുവായൂർ അമ്പലത്തിൽ വൈകുന്നേരങ്ങളിലാണ് ഇന്ന് ഏറ്റവും കൂടുതലും ആൾക്കാർ ലേറ്റായിട്ട് ഇന്ന് അവിടെ അവരുടെ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് തൊഴാൻ വേണ്ടി ചെന്ന ആൾക്കാർക്കെല്ലാം ഇന്ന് ലേറ്റ്. കാരണം എന്താ? ഇന്നലെ അവിടെ കയറി അമ്പലത്തിൻ്റെ കുളത്തിലും കാലിട്ട് കാണുന്നിടത്തെല്ലാം നടന്ന് മൊത്തത്തിൽ കുളമാക്കി. അവരതിന് വേണ്ടിയിട്ട് അശുദ്ധമാക്കപ്പെട്ട അവരുടെ സ്ഥലം പുണ്യാഹം ആക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരുപാട് സമയമെടുത്ത് അതിന് ശേഷം വൈകുന്നേരങ്ങളിലാണ് അവരുടെ ആചാരക്രിയകൾ നടന്നത്. വാർത്തകളിലും ന്യൂസിലും ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും പോകുന്നവർ മനസ്സിലാക്കുക, കേരളത്തിൽ ഒരുപാട് ചെന്ന് കയറാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. പിടിച്ചിറക്കാത്തിടങ്ങൾ അവിടെയൊക്കെ നിങ്ങൾ ചെന്ന് കയറുക. അല്ലാത്തടത്തൊന്നും ചെന്ന് കയറാതിരിക്കുക. വേണ്ടാത്തതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക.